ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് സഹലയാണ്. സഹല, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, അപ്പോൾ സഹലയുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട് മൂവേരിയാണ്. വീട്ടില് ഉമ്മ, ഉപ്പ, രണ്ട് അനിയത്തി ഒരനിയൻ. ഓക്കെ, സ്ഥലം എവിടെയായിരുന്നു? ക്ലിയർ ആയിട്ട് കേട്ടില്ല, വോയിസ് ഡൗൺ ആണ്. മൂവേരി. ഓക്കെ ഓക്കെ. സോ അപ്പോൾ ഏത് കോഴ്സാണ് അവോധ ചെയ്തിരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ, സോ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അതെ, നമ്മൾ അധിക നേരം സോഷ്യൽ മീഡിയയിൽ തന്നെ ചെലവഴിക്കുമ്പോൾ അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ തന്നെ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഏൺ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ അപ്പോൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞ എങ്ങനെയാണ്? അവോധ എന്റെ ഒരു ഫ്രണ്ട് റിക്കമെൻഡ് ചെയ്തതാണ്. അപ്പൊ അവള് വഴിയാണ് ഞാൻ ചേർന്നത്. അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ ഫ്രണ്ട് ഇവിടെ കോഴ്സ് പഠിക്കുകയായിരുന്നു അവോധയിൽ? ഫ്രണ്ട് പഠിക്കുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ സഹല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് അവോധയിൽ ചൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വെച്ച് കേൾക്കാൻ പറ്റും. അതുമാത്രല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതായത് ഇപ്പൊ നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ ആണ് ശരിക്കും. ആ പ്രാക്ടിക്കൽ എല്ലാം ശരിക്കും ചെയ്തിട്ട് തന്നെയാണ് നമുക്കെല്ലാം കാണിച്ചിരുന്നത്. ഓക്കെ, സോ അപ്പോൾ ക്ലാസ് കാണുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരാറുണ്ടായിരുന്നോ? ഡൗട്ട്സ് അങ്ങനെ എനിക്ക് അധികം ഡൗട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അത് ഞാൻ അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? അറ്റൻഡ് ചെയ്തു. ഓക്കെ ഓക്കെ. സോ അപ്പോ ഇപ്പൊ കറന്റ് സാല എന്ത് ചെയ്യാണ്? എവിടെയെങ്കിലും വർക്ക് ചെയ്യാണോ? ഇന്റേൺഷിപ്പ് ചെയ്യാണോ? എങ്ങനെയാണ്? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഗ്രോ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്നുകൂടെ പറയാമോ എവിടെയാണ്? സ്മാർട്ട് ഗ്രോ വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ ഓക്കെ. സോ അപ്പോ എത്ര ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്ക് കഴിഞ്ഞേ ഉള്ളൂ. 1 വീക്ക് കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഒരു 1 വീക്ക് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയുണ്ട്? കമ്പനിയുടെ സൈഡിൽ നിന്ന് വർക്കൊക്കെ തന്നു തുടങ്ങിയോ? സപ്പോർട്ടീവ് ആണോ? വർക്കൊക്കെ തന്നു തുടങ്ങി. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എങ്ങനെ ചെയ്യുന്ന? വർക്ക് അറ്റ് ഓഫീസ് ആണോ വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സോ അപ്പോ ഈ അവധിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് എടുക്കുന്ന ടൈമിൽ നമ്മളൊരു ഫീസ് സ്ട്രക്ചർ കേട്ടാണ് 2800 എന്നൊരു ഇനിഷ്യൽ ഫീസ് സ്ട്രക്ചർ. സോ അപ്പോൾ ഈ 2800 ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ചെയ്താൽ അത് വർത്ത് ആയിരിക്കുമെന്ന് തോന്നിയിരുന്നോ എടുക്കുന്ന ടൈമിൽ? ഇല്ല, അനക്ക് സംശയം ഉണ്ടായിരുന്നു അത് എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക, വെറും ഇത്രയും ചെറിയ പൈസക്ക് എങ്ങനെയാ നമുക്ക് ക്ലാസ് ഉണ്ടാവാന്നുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2800 നമുക്ക് നല്ല ശരിക്ക് ഇത് പുറത്തൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണെന്ന് കേട്ടത്. 2800 നമുക്ക് ഇത്രയും നല്ലൊരു ഇത് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോ സാല ഇപ്പോ അവധിയിൽ പഠിച്ചു, ഇന്റേൺഷിപ്പ് കിട്ടി. സോ അപ്പോ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാല റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? സാലയുടെ ഫ്രണ്ട്സിന് അവധി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സോ അപ്പം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നേരത്തെ എന്താ സാല പഠിച്ചിരുന്നേ? ഞാൻ BBA ആയിരുന്നു. ഓക്കെ, അപ്പോ ഇതിനൊക്കെ അവധിയിൽ ജോയിൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞില്ലായിരുന്നോ ഫാമിലി അടുത്തൊക്കെ? അപ്പൊ അവരെന്താ പറഞ്ഞിരുന്ന ഒരു ഒപ്പീനിയൻ ആയിട്ട്? അവര് ചോദിച്ചു ഇത്രയും ചെറിയ പൈസ ഒക്കെ ആവുമ്പോ നോക്കണം, ഇത് ശരിക്കുള്ള ഒരു ഇത് തന്നെയാണോ, എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും, ചെറിയ പൈസക്ക് ഉള്ളതല്ലേന്ന് പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ അവരെ ഇതിന്റെ തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇപ്പൊ അവർക്ക് വിശ്വാസമായില്ലേ? ഓക്കെ, അപ്പം താങ്ക് യു ശാല, എത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. താങ്ക് യു.